വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് 500 ഗ്രാം പ്രോൺസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യമുണ്ട്, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമുണ്ട്, കാഷ്നട്ട് അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഓയിൽ വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയ പീസ് ഇഞ്ചി, 15 ക്ലോസ് ഗാർലിക്കാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്, 15 അല്ലി വെളുത്തുള്ളി, പിന്നെ 5 പച്ചമുളകും കൂടി അരച്ചതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 4 പച്ചമുളകാണ്, പിന്നെ കൊറിയാൻഡർ ലീവ്സ് മല്ലിയിലയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ ആവശ്യമുണ്ട്, മുളക് പൊടി, പെപ്പർ പൗഡർ. പിന്നെ നമുക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ് ആവശ്യമുള്ളത്. മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ ആണെങ്കിൽ ഒരു 3 വരെ എടുക്കാം. പിന്നെ നമുക്ക് 3 സവോളയാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 വലിയ സവോളയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പെപ്പർ പൗഡർ, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റും കൂടെ ആവശ്യമുണ്ട്, പിന്നെ ഉപ്പും കൂടെ ആവശ്യമുണ്ട്. ഫസ്റ്റ് തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1/2 to 1 ടേബിൾ സ്പൂൺ വരെ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് 1 to 2 hours എടുത്ത് വെക്കണം. ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാഷ്നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം അത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നവരെ അത് ഇളക്കിക്കൊണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. സവോള വേഗം കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 to 5 മിനിറ്റ് വരെ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുമ്പോഴത്തേക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 4 പച്ചമുളകാണ്. 4 പച്ചമുളകിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല കുത്തൽ മണം ഉണ്ടാവും. അത് മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഇതിട്ടിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓളം ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ യോജിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 to 2.5 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 to 1 സ്പൂൺ വരെ ഗരം മസാലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 to 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇതെല്ലാനും കൂടെ യോജിക്കുന്ന വരെ ഇളക്കി കൊടുക്കുക. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്രയാണ് ആവശ്യമുള്ളത് അതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് പ്രോൺസ് പുറത്തോട്ട് എടുക്കുക. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഒരു മൂട് കൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 15 to 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. പ്രോൺസ് ആയിട്ട് തന്നെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടാവും. അതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ കുക്കായി എന്ന് ഉറപ്പാകുമ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ അവസാനത്തെ സ്റ്റേജാണിത്.
നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ഗ്രേവി തിക്കായിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരുന്ന പ്രോൺസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോൺസും ഗ്രേവിയും നല്ലപോലെ മിക്സ് ആകുമ്പോൾ നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ അടച്ച് വെച്ച് ചെറിയ തീയിൽ നല്ലപോലെ ചൂടാക്കിയെടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൂട് തുറന്ന് നോക്കാം. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയിട്ട് അവിടെ കാണുന്ന കുട്ടി ബെല്ലൈക്കണും കൂടെ ഞെക്കിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാലേ ഞാൻ ഈ അടുത്ത റെസിപ്പീസൊക്കെ ഇടുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. അടുത്ത നല്ലൊരു അടിപൊളി കിടക്കാച്ചി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.